അന്തരിച്ച മലയാളത്തിന്റെ ഭാവഗായകന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ കൊട്ര വാർത്തകൾ ഇവിടെ ആരംഭിക്കുന്നു. നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. കൊട്ര ബദേൽ മർത്തോമ ചർച്ചിൽ സൺഡേ സ്കൂൾ പ്രവേശനോത്സവം നടന്നു. കൊട്ര വാർഡിലെ ഗ്രാമസഭയെക്കുറിച്ച് വാർഡ് മെമ്പർ MP പ്രകാശ്. കൊട്ര വാർഡിൻ്റെ ഗ്രാമസഭാ യോഗം നാളെ വൈകിട്ട് 3 മണിക്ക് പുതിയൂരിൽ ചേരുകയാണ്. അംഗൻവാടിക്ക് സമീപമാണ് നമ്മുടെ ഗ്രാമസഭാ യോഗം ചേരുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും നാളെ തിങ്കളാഴ്ച 3 മണിക്കാണ് ഗ്രാമസഭാ യോഗം കൃത്യമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കഴിവ് തെളിയിച്ച് കൊട്രയിലെ യുവ പ്രതിഭകൾ. हम तुझको भुला दे तू ये अपमान तेरा है इस मुल्क पे इस कौम पे एहसान तेरा है. കൊട്ര തുതിയൂരിലെ തെരുവുനായി ശല്യത്തെക്കുറിച്ച് പ്രദേശവാസികൾ സംസാരിക്കുന്നു. മറുപടിയായി വാർഡ് മെമ്പറിന്റെ വാക്കുകളും കേൾക്കാം. പുതിയ മുതൽ നെടുമങ്കാവ് പാലം വരെ ഭയങ്കരമായ പട്ടിശല്യങ്ങളാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം നടന്നാണ് പോകുന്നത്. വാഹനം ഇല്ലാത്ത കുട്ടികളുണ്ട്, നടന്ന് പോകുന്നുണ്ട്. അവർക്കെല്ലാം ശല്യമുണ്ട്. 2 നേരം കടിച്ചിട്ടുമുണ്ട്. അതൊന്നും ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല. അതൊന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പട്ടിശല്യ ആളുകളെയൊക്കെ ഭയങ്കര കടി അടിക്കുന്നുണ്ട്. പിന്നെ വലിയ ശല്യത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും വേണ്ടി നടപടികൾ എടുക്കണം. പട്ടിശല്യം ഭയങ്കര കൂടുതലാണ്. പിള്ളേർക്ക് സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പഞ്ചായത്തിൽ തീരുമാനം. നമ്മുടെ വാർഡിൽ പട്ടി ശല്യം തുതിയൂർ മേഖലയിലാണ് ഇപ്പോൾ കൂടുതലായി വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികൾ അവർ രോഗാവസ്ഥയിലേക്കാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തുറന്നു വിട്ട് നാട്ടുകാർക്ക് ശല്യമായി പോകുന്ന സ്ഥിതിയുമുണ്ട്. പിന്നൊന്ന്, തുതിയൂർ നെടുമങ്കാവ് റോഡിൽ വേസ്റ്റ് വലിച്ചെറിയുന്നതുകൊണ്ടും പട്ടികൾ കൂടുതലുണ്ട്. ഒട്ടനവധി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരും നെടുമങ്കാവിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പോകുന്നതിന് നിരന്തരം നടന്നു പോകുന്ന നമ്മുടെ ഈ പാതയിൽ അടിയന്തരമായി അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കൊല്ലത്ത് നമ്മുടെ ഇതിനെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തെ വിളിച്ചിരുന്നു. അപ്പോഴാണത് മരണപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഇത്തരം ശല്യങ്ങൾ ഒഴിവാക്കുന്നതിന് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. ആരോപണ വിധേയനായ അധ്യാപകനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മൈലോഡ് സ്കൂളിൽ നടത്തിയ പ്രതിഷേധം. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകളുടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.